ഞങ്ങൾ അടുത്ത മാസം മണാലി ട്രിപ്പ് പോകട്ടമ്മേ. ആരൊക്കെയാ പോന്നെ? ഞാന്, അനീഷ്, ജിഷ്ണു, പ്രദീപ്, ചിലപ്പോൾ സന്ദീപ് ഉണ്ടാവും. സന്ദീപിന്റെ ഭാര്യ ഉണ്ടോ? അവക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, പ്രഗ്നന്റ് അല്ലേ ഇപ്പൊ. അപ്പം നിങ്ങള് 4 ആമ്പിള്ളാരും പിന്നെ ഇവളൊരു പെണ്ണും നിങ്ങളാണ് ട്രിപ്പിന് പോകുന്നത്. അതിനെന്താ? അല്ല, ഈ മണാലി എന്നൊക്കെ പറയുന്നത് ഒരുപാട് ദൂരെയല്ലേ? അവിടെ പോയിട്ട് ഇപ്പൊ ഇവക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, ഒരു ആവശ്യം വന്നാൽ ആരുണ്ട് സഹായത്തിന്? എൻ്റെ അമ്മ അതിനല്ലേ ഞാനും കൂടെ പോണം അവളുടെ. നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. നീ കൂടെ പോന്നു, നിനക്ക് നിന്റെ കാര്യം തന്നെ നോക്കാൻ അറിയാൻ വയ്യ. ഈ പിന്നെ വേറൊരാളുടെ കാര്യം നോക്കാൻ പോന്നെ. അങ്ങനെ പോണ്ട. ഈ 4 ആമ്പിള്ളാരും ഇവള് മാത്രമായിട്ട് ട്രിപ്പിന് പോണ്ട. എന്റെ പൊന്നമ്മ, അത് ആലോചിച്ച് വറീഡ് ആവണ്ട. ഇങ്ങനെ എന്നെ നോക്കിയില്ലെങ്കിലും അനീഷേട്ടനെ നോക്കിക്കോളും. അനീഷേട്ടൻ നല്ല ബ്രോ ആണ്. അല്ല, അതെ, ഈ ട്രിപ്പിന് നമുക്ക് പിന്നെയും പോകാം. ഇപ്പം വിദ്യയൊക്കെ വരുന്നുണ്ടല്ലോ, വിദ്യയും കുഞ്ഞും രാഹുലും എല്ലാവരും കാണും. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമല്ലോ ട്രിപ്പിന്. അയ്യോ അമ്മ, മണാലി ട്രിപ്പ് പ്ലാൻ ചെയ്താ പിന്നെ വിദ്യേച്ചിക്ക് അടുത്ത വർഷമല്ലേ വരുള്ളൂ. അപ്പൊ നമുക്കൊന്നും കൂടി പോവാലോ അല്ലേ മണാലി? അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ ഈ 4 ആമ്പിള്ളാരും നീ മാത്രമായിട്ട് ടൂറിന് പോകണ്ട, അത് ശരിയല്ല.